Hello guys, welcome back to my channel Gamer Fox baby. ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് വെച്ചാൽ ഞാനൊരു ക്രോം ബുക്ക് മേടിക്കാനിരിക്കുകയായിരുന്നു. അപ്പം തപ്പി ക്രോം ബുക്ക് 113180 എന്ന് പറയുന്നൊരു മോഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അയ്യോ, ആമസോണിലൊക്കെ കിണ്ണം കച്ചിയായിട്ടുള്ള ക്രോം ബുക്സ് അല്ലേ, ലാപ്ടോപ്സ് അല്ലേ എനിക്ക് ക്രോം ബുക്കാണ് വേണ്ടത്. എനിക്ക് ഡെല്ലിന്റെ ഒക്കെ വേണമെന്ന് നോക്കണമായിരുന്നു. ഡെൽ അസ്യൂസിന്റെ ക്രോം ബുക്ക് ഞാൻ നോക്കട്ടെ. അസ്യൂസിന്റെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ചുമ്മാ നോക്കുക. ക്രോം ബുക്ക് അസ്യൂസ് ഉണ്ടോ എനിക്കറിയത്തില്ല. ക്രോം ബുക്കിന്റെ അസ്യൂസ് ക്രോം ബുക്ക് ലാപ്ടോപ്സ്. ക്രോം ബുക്ക് ഒരിക്കലും ലാപ്ടോപ്പ് ആകത്തില്ല. അതെങ്ങനെയാവും ഗൈസ്? ക്രോം ബുക്ക് എപ്പോഴെങ്കിലും ലാപ്ടോപ്പ് ഗൈസ്? ഒരു കാര്യം പറയാം, ക്രോം ബുക്ക് ലാപ്ടോപ്പ് വ്യത്യാസമുണ്ട്. ക്രോം ബുക്കിന്റെ അകത്തും ലാപ്ടോപ്പിന്റെ അകത്തും വ്യത്യാസമുള്ള ഫസ്റ്റ് ആണ്, ലാപ്ടോപ്പിന്റെ അകത്ത് ഈ വിൻഡോസിന്റെ ഒരു ചിഹ്നമുണ്ട്. അതിന്റെ വിൻഡോസിന്റെ ഒരു കീ ഉണ്ട്. ആ കീ ക്രോം ബുക്കിന്റെ അകത്ത് ഇല്ല. അതാണ് നമ്മൾ നോക്കണ്ടേ. പിന്നെ ക്രോം ബുക്ക് ഒരിക്കലും ലാപ്ടോപ്പ് പക്ഷെ എന്റെ ഇരിക്കുന്ന ഇപ്പൊ ലാപ്ടോപ്പ് ഒരു വിൻഡോസിന്റെ ആണ്. പക്ഷെ ക്രോം ബുക്കിന്റെ അകത്ത് വിൻഡോസ് അല്ലേ ഓടുന്നു. ഇപ്പഴാ പറയാം, ക്രോം ബുക്കിന്റെ അകത്ത് OS ആണ് ഓടുന്നത്. എനിക്ക് എങ്ങനെ മനസ്സിലായിട്ട് ഫ്രം ഗൂഗിൾ ആൻഡ് ക്രോം ആൻഡ് എന്തോ മൈക്രോസോഫ്റ്റ് ഈ ബുക്ക് അങ്ങനെ കണ്ടിട്ട് മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഓക്കെ, സോറി, എഡ്ജ്. എഡ്ജ്. ഓക്കെ, നമ്മളെ വേണ്ട സീരീസിന്റെ ക്രോം ബുക്ക് ലാപ്ടോപ്സ് ഒക്കെ ചുമ്മാ സ്ലിപ്പ് ക്രോം ബുക്ക് ഉണ്ട്, ഡെല്ലുണ്ട്, അസ്യൂസ് ഉണ്ട്, മാത്രം ഉണ്ട് കേസ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ പോയി ഒന്നാം തരം ഉഡായിപ്പ ഫ്ലിപ്കാർട്ട് കാണിക്കുന്നത്. നല്ല ഉഡായിപ്പൊന്നും അല്ല ഇത്. എന്നെ കാണുന്നുണ്ട്, എന്നെ കാണുന്നുണ്ടോ? അല്ല, എന്നെ കാണുന്നുണ്ടെന്ന് നോക്കട്ടെ. നിങ്ങൾ ഇതാ നോക്കുക കേട്ടോ. എന്നെ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കില്ല. കാരണം എന്നെ കണ്ടിട്ടും കാര്യമൊന്നുമില്ല. ഞാനുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. വലിയൊന്ന് പോണമെന്നില്ല. സ്യൂസിന്റെ ഒക്കെ അല്ലേ, ആ സ്യൂസിന്റെ ആവുമ്പോ വിശ്വസിക്കാം. നിങ്ങളിപ്പോ കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോ, ഇതിന്റെ കണ്ടോ, കീബോർഡില് ഇതില്ല. എന്നുവെച്ചാ ഐ മീൻ നമ്മുടെ വിൻഡോസിന്റെ കീ ഇല്ല. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ നിങ്ങളെ പ്രൂവ് ചെയ്യുന്ന വെച്ചാ അതൊക്കെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യും? എനിക്കൊരു നിങ്ങളെ കാണിക്കുന്നതാണ്. ഇത് നോക്ക്, അല്ലാത്ത സൈഡ് അസ്യൂസ്. ഓക്കെ, നിങ്ങൾ ഇത് മനസ്സിൽ നോക്കി വെച്ചോണം കേട്ടോ. മനസ്സിൽ ഇപ്പൊ നിങ്ങൾ നോക്കി വെച്ചോ. വിൻഡോസിന്റെ അകത്ത് CTRL എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, സെൻട്രൽ അങ്ങനെ കണ്ടല്ലേ സാധനത്തിന്റെ പേര്, അത് ഉണ്ട്. പിന്നെ ഓൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ പിന്നെ വരുന്ന കേട്ടോ. ഓൾട്ട്, വിൻഡോസ്, F1, അതൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സൈഡിലുണ്ട്. ഈ സൈഡിലുണ്ട്. അത് ഇതിനകത്ത് നോക്കാം. അസ്യൂസ് ക്രോം ബുക്ക് ഇന്റർണൽ കെറോൺ കളി വരുമ്പോൾ അപ്പൊ ഇതിന് 11,000 രൂപ അസ്യൂസ് ഉണ്ട്. പിന്നെ നമ്മളെ നോക്കല്ല, നമ്മൾ ഡെല്ല് നോക്കും. ഡെല്ല് ചാർജർ എന്തോ ഞാൻ മുമ്പ് നോക്കി സെർച്ച് ചെയ്യാൻ നോക്കാം. ഡെല്ലിന്റെ മേടിക്കുവാണെങ്കിൽ ഒരു എന്താ പറയണ്ട, സെക്കൻഡ് ഹാൻഡ്, അതൊക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒക്കെ നോക്കിയാൽ മതി. ഇച്ചിരി ഓൾഡ് മതി, വലിയ പ്രോസസർ ഒന്നും മേടിക്കുകയാണെങ്കിൽ സെയിം ചാർജർ എല്ലാം മേടിക്കത്തുള്ളൂ. എന്താ ലുക്കോ ചാർജറിന്. C ടൈപ്പോ
അവന്റെ സി ടൈപ്പ് വേണ്ടോ? എനിക്ക് മറ്റേത് മതി. എനിക്ക് സി ടൈപ്പ് വേണം. സി ടൈപ്പ് ഒരു ഛർദിക്കാൻ വരും. സി ടൈപ്പ് മൊബൈലിലൊക്കെ നല്ലതാ, ഐഫോണിന് നല്ലതാ. പക്ഷെ ലാപ്ടോപ്പിന് സി ടൈപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടം. കാരണം എന്റെ ലാപ്ടോപ്പിന്റെ ചാർജർ കാണുന്നു. ഇതാണ്. ഇതെന്താ സംഭവം? ഓ, അടിയിൽ വലിക്കണം, അടിയിൽ പണി. ഇത് എന്തോ എനിക്ക് നമുക്ക് ലാപ്ടോപ്പിലൊക്കെ ചാർജ് കുത്തിടുമ്പോ തന്നെ നൈസാ, നൈസ് സാധനമൊക്കെ നമ്മൾക്ക് ഇങ്ങനത്തെ മേടിക്കുവാണെങ്കിൽ ഞാൻ മേടിക്കണമെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ്, അല്ലെങ്കിൽ പുതിയത് മേടിക്കണമെങ്കിൽ തന്നെ ഇതുണ്ടോ വിലയൊക്കെ കണ്ടു. ആദ്യം കണ്ട് ഞാൻ എത്ര 16 ഡെല്ലിന്റെ ഒക്കെ നോക്ക്, 11th i3 അതിനെക്കാട്ടിലും നല്ല നമ്മൾ നോക്കിയില്ല. ഇത് അത്യാവശ്യം ഒരു മെനയെങ്കിലും ഉണ്ട് കാണാൻ, ഫുൾ സ്ക്രീൻ കാണാൻ. ലാപ്ടോപ്പിന് സംഭവം സെയിം ഫുൾ സ്ക്രീൻ ചാർജർ, പക്ഷെ ഒറ്റ കാര്യമുണ്ട്, എല്ലാത്തിനും ഒറ്റ കാര്യം അവർ തരുന്നത്. പിന്നെ ഗൂഗിളിൽ കണ്ട ഒരു സംഭവം ബാക്കിയുണ്ട്, നമ്മൾ ബാക്കി കണ്ടിട്ടുണ്ട്. ഇതെല്ലാത്തിനും ഉണ്ടല്ലേ ക്രോം എന്ന് പറഞ്ഞു. ഞാൻ എത്ര വീഡിയോസിൽ കണ്ടു ക്രോം കണ്ടു. മേടിക്കായിരിക്കും കേട്ടോ, മേടിക്കുകയാണെങ്കിൽ നിങ്ങളെ ഫസ്റ്റാണ്. ഒറ്റ ഇത് ഒറ്റ USB ആണ് 1 Type-C. അപ്പൊ മറ്റേ സൈഡ് എന്തോ മറ്റേ സൈഡിലൊരു അതെന്തോ അങ്ങനെ സൈഡിലും ഇതില്ല, HDMI 2 കേബിൾ ഇല്ല. ഒരു ഇതുണ്ട് കേട്ടോ, ഒരു SD കാർഡും ബാറ്ററിയുടെ സി ടൈപ്പാ. നോക്കണ്ട, ചുമ്മാ നോക്കാം എന്തൊക്കെയുണ്ട്. പിന്നെ ഇത് മൈക്രോ അല്ലല്ലോ, എന്തുവാണ് പറയുന്നത്, SS എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കും, അറിയത്തില്ല. ഇത് പക്ഷെ അതിൻ്റെ അല്ല. HDMI കേബിൾ ഇല്ല ഗൈസ്, അതൊരു മോശം പരിപാടി കേട്ടോ. HDMI കേബിൾ ഇല്ലാത്ത സാധനം ഞാൻ മേടിക്കത്തുമില്ല, അത്രേ ഉള്ളു. പ്രത്യേകിച്ച് എന്റെ ലാപ്ടോപ്പിൽ തന്നെ എന്തൊക്കെയുണ്ടോ ഞാൻ പറയാം. ഫസ്റ്റ് നമ്മളെ UPS ഫാൻ കറങ്ങാനുള്ളൊരു UPSും പോട്ടെ, എന്തുവാ എന്ത് പറയുന്നേ, ആ സാധനത്തിന്റെ പേര് എന്തുവാ, ഇരിക്കട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ആ ഫാൻ കറങ്ങുന്ന ഒരു 3-4 ഹോൾസ്, ഒരു 10-15 ഹോൾ ഉണ്ട്. പിന്നെ അല്ലാതെ ഒരു സി ടൈപ്പ് ഉണ്ട്, ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. സി ടൈപ്പ് എനിക്ക് വേറെ കേട്ടോ. സി ടൈപ്പ് യൂസ്ഫുൾ പറയുന്ന എൻ്റെ അമ്മയുടെ മൊബൈല് C2C ചാർജർ അല്ല, സി ടൈപ്പ് ടു സി ടൈപ്പ് അങ്ങനെ C2C അങ്ങനെ ഇപ്പൊ ചെയ്യും, ആ ടൈപ്പ് ചാർജർ. അപ്പൊ അമ്മയ്ക്ക് അതേ പറ്റത്തുള്ളൂ, അത് സാംസങ്ങിന്റെ ഡിവൈസാണ്, അതിന് എനിക്ക് അത് ബെസ്റ്റ്. അപ്പൊ ഞാൻ എൻ്റെ മൊബൈൽ കേടായിരിക്കും, Redmi 9 Prime, അതും ചെയ്യാം. അപ്പൊ എനിക്ക് രണ്ടിനും കൂടെ ഒറ്റ ചാർജറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ എൻ്റെ ഈ സൈഡിൽ അത്രേ ഉള്ളു. പിന്നെ ഒരു USB ചാർജർ ഇങ്ങനത്തെ പിന്നില്ല, ഇങ്ങനത്തെ ഒരു പിന്ന് എൻ്റെ ഉണ്ട്, അത് കുത്താനുള്ളൂ. പിന്നെ ഒരു HDMI, പിന്നെ ഫാൻ, പിന്നെ ഒരു പിന്നെ ഈ സൈഡിൽ എന്ന് പറയുന്നത് 1 2 3 അല്ല 2, പക്ഷെ ഇവിടെ മൊത്തം എനിക്ക് USB കുത്താൻ വേണ്ടിയായിട്ടുള്ള 3 പോർട്സ്, ഒരു HDMI, പിന്നെ ഒരു ഹെഡ്സെറ്റ് ജാക്ക്, പിന്നെ ഇവിടെ ഒരു C&1 ചാർജർ. അങ്ങനെയാണ് എനിക്ക് ഇവിടെ വന്നേക്കുന്നെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഈ സാധനം കണ്ടു, ഒരു മൈക്രോ ടൈപ്പ് കേബിൾ പോലും എനിക്ക് ഇവിടെ കുത്താം. 3 USB കുത്താനുള്ള സ്ഥലമുണ്ട്. അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. 5 ഉണ്ട്, പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുള്ളൂ. ഒരു മിനിറ്റ്